ഹായ് ഓൾ, KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ചന്ദ്ര പറയാണ് രേവതിയോട്, ദേ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇനി നിൻ്റെ വീട്ടുകാർ വന്ന് പറഞ്ഞാൽ ദേ നീ വിവരം അറിയും. പൂ കൊണ്ടെത്തരാൻ എന്നുള്ള പേരിൽ ശ്രീകാന്തിനെ കാണാൻ നിൻ്റെ അനിയത്തിയുടെ വരവുണ്ടല്ലോ, അതും നിർത്തിയേക്കണം. എൻ്റെ മോനെ വശീകരിച്ച് നിൻ്റെ അനിയത്തിയും അമ്മയും എന്തിനാ അവനെ നിൻ്റെ വീട്ടിൽ കൊണ്ടുപോയത്? പൂ കെട്ടുന്നത് കൂടാതെ വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ അവൾക്ക്? അപ്പോഴാണ് രേവതി പറഞ്ഞത്, നിർത്ത്, അനാവശ്യം പറയരുത്. അനാവശ്യ വർത്തമാനം പറഞ്ഞാൽ നീ എന്തു ചെയ്യും? നീയും നിൻ്റെ അമ്മയും അനിയത്തിയും എല്ലാം കണക്കാ. നീയും അവനും മര്യാദയ്ക്ക് നിന്നാൽ നിനക്ക് ഈ വീടിൻ്റെ ഏതെങ്കിലും മൂലയിൽ കഴിഞ്ഞുകൂടാം. ഇല്ലെങ്കിൽ അതുണ്ടാവില്ല. നിൻ്റെ കെട്ടിയോൻ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് കൂടുതലങ്ങ് ആടാതെ. ഇന്ന് സ്നേഹത്തിലാണെങ്കിൽ നാളെ അതുണ്ടാവില്ല. നിൻ്റെ ഭാവി എന്താണെന്ന് ഞാൻ തീരുമാനിക്കും. അതും പറഞ്ഞ് ദേഷ്യത്തോടെ ചന്ദ്ര അവിടെ നിന്നും പോയി. രേവതിക്ക് അതൊക്കെ കേട്ടപ്പോൾ വല്ലാത്ത വിഷമമായി. അവൾ കരഞ്ഞുകൊണ്ട് അവളുടെ മുറിയിൽ വന്നിരുന്നു. പിന്നെ അവൾ ചിന്തിക്കുകയാണ് ചന്ദ്ര പറഞ്ഞ കാര്യം. അവൻ ചുമ്മാ അവിടെ കയറി ചെല്ലില്ല. നിൻ്റെ അനിയത്തി വിളിച്ച് കയറ്റിയതാ അവനെ. എൻ്റെ മോനെ വശീകരിച്ച് നിൻ്റെ അനിയത്തിയും അമ്മയും എന്തിനാ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത്? ചന്ദ്ര പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ മുറിയിലിരുന്ന് ആലോചിക്കുക. പിന്നെ ആദ്യം പറഞ്ഞ കാര്യങ്ങളും ചിന്തിക്കുകയാണ്. ചന്ദ്ര പറഞ്ഞ കാര്യങ്ങൾ, അതായത് നിൻ്റെ അച്ഛൻ രവിയേട്ടൻ്റെ നിൻ്റെ പേരും പറഞ്ഞ് മരിച്ചത് അതുകൊണ്ടാണെന്ന്. ഇവിടെയുള്ള ഏതെങ്കിലും ആണിയെ കൊണ്ട് പിടിപ്പിച്ച് നിന്നെ കെട്ടിക്കുമെന്ന് നിൻ്റെ അച്ഛൻ അറിയാം. നിന്നെ പോലെ തന്നെ സൂത്രശാലിയാണ് നിൻ്റെ അച്ഛനും. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് പെട്ടെന്ന് കണ്ണ് തുടച്ച് കരച്ചിലൊക്കെ മാറ്റിയിട്ട് പോവാണ്. പിന്നെ കാണിക്കുന്നത് പൂ കൊട്ടിക്കൊണ്ടിരിക്കുന്ന രേവതിയുടെ അമ്മയും അനിയത്തിയുമാണ്. അവിടെ ആൾക്കാർ വന്നിട്ട് പൂ ഓരോരോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ട് പോകുന്നുണ്ട്. രേവതി അതുവഴി വരുന്നുണ്ട്. അപ്പോൾ വിളിക്കുകയാണ് രേവതിയുടെ അമ്മ, മോളെ എന്ന്. രേവതി മോളെ എന്ന് അവളുടെ അമ്മ വിളിക്കുന്നുണ്ട്. പക്ഷെ അവൾ അതൊന്നും കണക്കിലെടുക്കുന്നില്ല, നേരെ പോവാണ്. എന്ത് പറ്റി മോളെ അവൾക്ക്? അവളെന്താ വിളിച്ചിട്ട് കേൾക്കാത്തത് പോലെ പോകുന്നത്? എന്തോ പ്രശ്നമുണ്ട് അമ്മേ, വാ. രേവതി മോളെ അവിടെ നിൽക്ക്, മോളെ അവിടെ നിൽക്ക്. എന്താ പ്രശ്നം? അപ്പോഴാണ് അവൾക്ക് പരിസരബോധം വന്നത്. അപ്പോൾ അവളുടെ അനിയത്തി ചോദിക്കുകയാണ്, എന്താ പറ്റിയത്? എന്താ ഒന്നും പറയാതെ പോകുന്നത്? എന്താ മോളെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? അവളുടെ അമ്മ ചോദിക്കുകയാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മോളെ? സച്ചിയായിട്ട് വഴക്കുണ്ടായോ? അവൻ വീണ്ടും തുടങ്ങിയല്ലേ? ചേച്ചി, ഞാൻ വീട്ടിൽ വരുമ്പോൾ നല്ല സന്തോഷത്തിലായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റി? അപ്പം അമ്മ പറയാണ്, സച്ചി സുധിയെ തല്ലിയ കാര്യം ഇവൾ പറഞ്ഞിരുന്നു. അതിൻ്റെ പേരിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മോളെ? എന്താടി നീ ഒന്നും പറയാതെ നിൽക്കുന്നേ? മോളെ എനിക്ക് പേടിയാവുന്നു മോളെ, എന്തെങ്കിലും പറയ്. എന്താ നടന്നത്? വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയേ നീ. ചേച്ചി എന്താ പറ്റിയത്? വീണ്ടും രേവതി ഒന്നും പറയാതെ പിന്നെ നടക്കുകയാണ്. അപ്പോൾ പിന്നാലെ പോയിട്ട് അമ്മ പറയാണ്, രേവതി എന്താണെങ്കിലും ഒന്ന് പറയും മോളെ, എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ പറയും മോളെ എന്തായാലും. അപ്പോൾ വീണ്ടും കൈവിട്ടിട്ട് രേവതി പോവുകയാണ് മുന്നോട്ടേക്ക്. ഒരു പാവ കണക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം അവിടുത്തെ പൂജാരി ചോദിക്കുന്നുണ്ട്, രേവതി എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ? അതും മൈൻഡ് ചെയ്യാതെയാണ് പോകുന്നത്. എന്ത് പറ്റി രേവതിക്ക്? രേവതി എന്താ ഒന്നും മിണ്ടാതെ പോയത്? അപ്പം അവളുടെ അമ്മ പറയാണ്, അറിയില്ല തിരുമേനി എന്താ പറ്റിയതെന്ന്. അവളോട് ചോദിച്ചിട്ട് ഒന്നും പറയുന്നുമില്ല. മോളെ എന്ന് വിളിച്ച് അവർ പിന്നാലെ പോവുകയാണ്. അവൾ നേരെ നടന്നു പോയി. ഒരു ടാങ്കി പോലത്തെ ഒരു പാത്രത്തിനകത്ത് നിറയെ വെള്ളമുണ്ട്. അതിനടുത്ത് തന്നെ ഒരു പാനിയുണ്ട്. ആ പാനിയിൽ വെള്ളം കോരിയിട്ട് അവൾ അവിടുത്തെ സാരിയിലെ തന്നെ തലവഴി ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും വന്ന് സ്തംഭിച്ച് നിന്ന് പോയി അവിടെ. രേവതി എന്തായി കാണിക്കുന്നത്? ചേച്ചി എന്താ പറ്റിയ ചേച്ചി എന്നവർ പറയുകയാണ്. പക്ഷെ അവൾ അതൊന്നും കാര്യമാക്കാതെ വീണ്ടും വെള്ളം കോരുവാണ്. ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ വീണ്ടും അവൾ എന്ത് ആ പാത്രം അവിടെ വെച്ചിട്ട് പിന്നെയും നടക്കുകയാണ്. പിന്നെ അവൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇടയിൽ അവിടെ കണ്ട ഭസ്മം എടുത്തിട്ട് 4 വിരളിലും നല്ലോണം തേച്ചിട്ട് അവളുടെ നെറ്റിയിൽ അങ്ങനെ തേച്ചിട്ട് പിന്നെയും പ്രാർത്ഥിക്കുകയാണ്. അവൾ വീണ്ടും പ്രാർത്ഥിച്ച് പിന്നെ അതിന് ശേഷം അവൾ തറയിൽ കിടന്നിട്ട് ശയനപ്രദക്ഷിണ മാതിരി ഉരുളുകയാണ്. അപ്പോൾ അവർ അമ്മയും മോളും വീണ്ടും വിളിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത്? രേവതി നിനക്ക് എന്താ പറ്റിയത് മോളെ, പറയ്. അവളങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് അവളുടെ അനിയത്തി പറയാണ്, ചേച്ചി എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവളവിടെ കിടന്ന് ഉരുണ്ട് പോവുകയാണ്. അപ്പോൾ അവർ പറയാണ്, ചേച്ചി എന്താ പറ്റിയ ചേച്ചി എന്ന് അനിയത്തിയും ചോദിക്കുന്നുണ്ട്. പിന്നെ അമ്മയും പറയുന്നത്, എനിക്ക് പേടിയാവുന്നു മോളെ, എന്താണെന്ന് പറയുമോളെ, നീ അതൊന്നും മിണ്ടാത്തത്, എന്തെങ്കിലും ഒന്ന് പറയുമോളെ. അപ്പോഴാണ് പൂജാരി വന്നിട്ട് പറഞ്ഞത്, ലക്ഷ്മി അവളെ തടയണ്ട, ശയനപ്രദക്ഷിണം നടക്കട്ടെ. സ്ത്രീകൾ ശയനപ്രദക്ഷിണം നടത്തുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നല്ലേ ഇത്. മനസ്സ് വിഷമിച്ചിട്ടാണ് അവൾ വന്നിരിക്കുന്നത്. ദേവി അവളുടെ സങ്കടം മാറ്റും. മോളെ എന്ന് അമ്മ വിളിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി അനിയത്തി പറയാണ്, അമ്മ വീട്ടിലെന്തോ നടന്നിട്ടുണ്ട്, അതാ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്.
മോള് വേഗം സച്ചിയെ വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയും. ആ ശരി അമ്മേ. രേവതി പിന്നെ ഒന്നും ആലോചിക്കാതെ സച്ചിയെ വിളിക്കുകയാണ്. സച്ചി ഓട്ടത്തിലാണുള്ളത്. പറ രേവു, സച്ചിയേട്ടൻ എവിടെയാ? ഞാനൊരു ഓട്ടം വിളിച്ചിട്ട് പോവാ. എന്താ ദേവു, സച്ചിയേട്ടൻ പെട്ടെന്നൊന്ന് അമ്പലത്തിലേക്ക് വരുമോ? എന്താ, എവിടെയെങ്കിലും പോവാനാണോ? കാർ വേണോ? എനിക്കൊരു ട്രിപ്പുണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പറഞ്ഞു വിടാം. അയ്യോ, അതിനൊന്നല്ല വിളിച്ചത്. രേവതി ചേച്ചി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഞാനെന്തിനാ വരുന്നേ? അവളുടെ കൂടെ പൂ കെട്ടാനോ സഹായിക്കാനോ? എനിക്ക് കാർ ഓടിക്കണം. എനിക്ക് കാർ ഓടിക്കാനേ അറിയൂ, പൂ കെട്ടാനൊന്നും അറിയില്ല. അപ്പോൾ അവൾ പറയാണ്, തമാശ കളയി സച്ചേട്ടാ, ഞാൻ പറയുന്നതെന്ന് കേൾക്ക്. ഞങ്ങൾ പൂ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ചേച്ചി അമ്പലത്തിലേക്ക് ഓടി വരുന്നത് കണ്ടു. പിന്നെ ബാക്കി നടന്ന കാര്യങ്ങളെല്ലാം അവൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് സച്ചിയോട്. എനിക്ക് പേടിയാവുന്നു സച്ചേട്ടാ. അപ്പോൾ സച്ചി പറയാണ്, എന്തിനാ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്താ പ്രശ്നമോ? അറിയില്ല സച്ചേട്ടാ, ചോദിച്ചിട്ടാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല. സച്ചേട്ടൻ പെട്ടെന്നൊന്ന് വാ. ശരി, ഞാൻ വരാം. അപ്പം ഓട്ടം വിളിച്ച ആളെ വിളിച്ച് പറയാണ് സച്ചി. ഹലോ സാർ, എനിക്ക് വരാൻ പറ്റില്ല സാർ. ഞാൻ ഞങ്ങളുടെ സ്റ്റാൻഡിൽ നിന്ന് വേറൊരാളെ വിടാം. സാറിൻ്റെ ഫോൺ നമ്പർ ഞാൻ അവന് കൊടുക്കാം, അവൻ വിളിക്കും. പെട്ടെന്ന് വരും സാർ. താങ്ക് യു സാർ. പിന്നെ മഹേഷിനെ വിളിച്ച് പറയാണ്, മഹേഷ്, നീ ഒന്ന് വെള്ളനാട് വരെ പോകണം, അവിടെ ഒരു ട്രിപ്പുണ്ട്. ഞാൻ നിനക്കൊരു നമ്പർ അയച്ചു തരാം, നീ അതിൽ വിളിച്ചാൽ മതി. ഓക്കേടാ. സച്ചി പിന്നെ ഫോണും വെച്ചിട്ട് പെട്ടെന്ന് തിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് വീട്ടിലാണ്. വീട്ടിൽ അച്ഛൻ പറയാണ്, നല്ലത് വിചാരിച്ചിട്ടാണ് ശ്രീകാന്ത് 4 പേരെയും ഹോട്ടലിലേക്ക് ക്ഷണിച്ചത്. അവിടെ ചെന്നും പറയിപ്പിച്ചു. അപ്പോൾ അയാളുടെ കൂട്ടുകാരൻ പറയാണ്, അതിന് കാരണം സുധിയല്ലേ, അവന് 2 കിട്ടാത്തതിൻ്റെ കുറവുണ്ട്. അപ്പോൾ അച്ഛൻ പറയാണ്, മറ്റുള്ളവർ എന്ത് കരുതി കാണും അശോക. ഒടുക്കം 2 പേരും കയ്യാങ്കളിയിലെത്തി. സുധിയുടെ കൈവിരൽ പിടിച്ചു സച്ചി ഒടിച്ചു. പ്ലാസ്റ്ററിട്ടിരിക്കുക, അവനത് വേണം. സുധി പറഞ്ഞത് തെറ്റല്ലേ? ചെയ്യേണ്ടതെല്ലാം ചെയ്തു കൂട്ടിയിട്ട് നിന്നെ കുറ്റം പറഞ്ഞാൽ പിന്നെ സച്ചി അത് കേട്ട് നിൽക്കുമോ? അവൻ്റെ വിരളല്ല, കൈ തന്നെ ഒടിക്കണമായിരുന്നു. സഹോദരങ്ങൾ 3 പേരും ഒത്തൊരുമയോട് കഴിയണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്താണാവോ ഇങ്ങനെ ആയിപ്പോയേ. വീട്ടിൽ ചന്ദ്രമതി എന്ന് പറയുന്ന ഒരുത്തിയുണ്ടല്ലോ, അവളുടെ വക വേറെയും. എപ്പം നോക്കിയാലും രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വീട്ടിലെപ്പോഴും പ്രശ്നം തന്നെ അശോക. നിനക്കറിയാലോ, സച്ചിയുടെ മൂക്കിൻ്റെ തുമ്പത്താ ദേഷ്യം. അതിപ്പോൾ കൂടിയിരിക്കുക. നിറയെ കടവും ഉണ്ട് അവന്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. എനിക്കാണെങ്കിൽ അവനെ സഹായിക്കാനും പറ്റുന്നില്ല. എൻ്റെ പെൻഷൻ കാശ് കിട്ടിയിരുന്നെങ്കിൽ അവൻ്റെ ഭാര്യ ഇത്തിരി കുറക്കായിരുന്നു അശോക. താൻ വിഷമിക്കാതെ, തൻ്റെ പെൻഷൻ കാശ് തനിക്ക് കിട്ടും. എടോ, തനിക്ക് അർഹതപ്പെട്ടതല്ലേ അത്, കിട്ടിയിരിക്കും രവി. നമസ്കാരം, അങ്ങോട്ടിരിക്കാം. വാ അശോക. രവി സാർ, ഇരിക്കൂ. സാറേ, ലേബർ കോർട്ടിൽ നിന്ന് മധുസൂദൻ സാറിന് നോട്ടീസ് അയച്ചിരുന്നു. നാളെ 11 മണിക്ക് വിചാരണ നടക്കും. അദ്ദേഹം ഹാജരാവണം. വളരെ സന്തോഷം സാർ. എൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ രവി, തൻ്റെ പെൻഷൻ കാശ് ഉറപ്പായിട്ടും കിട്ടും. ആ മധുസൂദൻ എത്ര നാളായിട്ട് എന്നെ കളിപ്പിക്കുക. നാളെ ഇതിനെല്ലാം അയാൾ മറുപടി പറയേണ്ടി വരും. അതെ, തനിക്ക് അനുകൂലമായി വിധി വരും. താൻ ധൈര്യമായിട്ടിരിക്കടോ. അതാണ് എനിക്കും പറയാനുള്ളത്. രവി സാറിൻ്റെ പെൻഷൻ കാശ് ഉടൻ ലഭിക്കും. പിന്നെ കാണിക്കുന്നത് സച്ചി ക്ഷേത്രത്തിലെത്തി. സച്ചി ദൂരെ നിന്ന് തന്നെ കാണുകയാണ്. രേവതി ശയന പ്രദക്ഷിണത്തിലാണ്. അവൻ വിളിക്കുകയാണ്, രേവതി രേവതി എന്ന്. അപ്പോൾ ദേവു പറയാണ്, ചേച്ചി, സച്ചിയേട്ടൻ വന്നിട്ടുണ്ട്. നിർത്ത് മോളെ, നിർത്ത്. അവൾ നിർത്തുകയൊന്നും ചെയ്യാതെ മുന്നോട്ട് പോവാണ്. അപ്പോൾ അമ്മ പറയാണ്, എന്ത് പറ്റി സച്ചി ഇവൾക്ക്? ഒന്നും മറുപടി പറയുന്നില്ല. വന്ന ഉടനെ തന്നെ വെള്ളമെടുത്ത് ശരീരമാസകലം ഒഴിച്ചു വൃത്തി നടത്തി ശയന പ്രദക്ഷിണം നടത്തുക. മോനെ, ഒരുപാട് കഷ്ടപ്പെടുന്നവരാ ഞങ്ങൾ. പൂക്കച്ചവടം നടത്തി പച്ചവെള്ളം മാത്രം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും ചിരിച്ചുകൊണ്ട് നടന്നവളാ എൻ്റെ മോള്. എത്ര സങ്കടം ഉണ്ടെങ്കിലും അത് മനസ്സിൽ അടക്കി വെക്കാൻ അറിയാം അവൾക്ക്. എന്തിനേയും ധൈര്യത്തോടെ നേരിടുന്നവളായിരുന്നു. അവൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവളുടെ മനസ്സിനെ അത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തോ ഒന്ന് അവിടെ നടന്നിട്ടുണ്ട്. എന്താ ഉണ്ടായത് മോനെ, നീ എന്നോട് പറയ്. രേവതി, എഴുന്നേൽക്ക്. രേവതി നിർത്തുന്നേയില്ല. അപ്പോൾ ദേവു ചോദിക്കുകയാണ്, സച്ചേട്ടാ, എൻ്റെ ചേച്ചി എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? നിങ്ങൾ ജയിലിൽ പോകരുത്, നിങ്ങൾക്കൊന്നും സംഭവിക്കരുത് എന്ന് കരുതിയ ചേച്ചി ഗജാനന്ദനെ പറ്റി ഒന്നും പറയാതിരുന്നത്. അത് മനസ്സിലാക്കാതെ എന്തിനാ ചേച്ചിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? രേവതി, നിർത്താനല്ലേ പറഞ്ഞ, എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് സച്ചി തന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. വാ, ഇവിടെ ഇരിക്ക് എന്ന് പറഞ്ഞ് ഒരിടത്ത് ഇരുത്തുകയാണ് സച്ചി. രേവതി, എന്താ നിനക്ക് പറ്റിയത്? എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ നിന്നെ എന്തൊക്കെയോ ചെയ്തതുപോലെ ഇവരൊക്കെ പറയുന്നത്. എന്താ നടന്നത്? എന്താ നിനക്ക് പറ്റിയത്? മോനെ, അപ്പം നിനക്കൊന്നും അറിയില്ലേ? ഇല്ലമ്മേ, ഞാൻ രാവിലെ ജോലിക്ക് പോയതാ, അതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ സച്ചിയേട്ടൻ പോയതിന് ശേഷം വീട്ടിലെന്തോ നടന്നിട്ടുണ്ട്. അതിൻ്റെ
ആരോ എന്തോ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയെ. രേവതി, ആരാ നിന്നെ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ചോദിച്ചത് കേട്ടില്ലേ? ആരാ പറഞ്ഞേ? എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? അതിന് മാത്രം എന്താ ഉണ്ടായത്? എന്നോട് പറ രേവതി. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ വിഷമം സഹിക്കാൻ വയ്യാതെ അവൻ്റെ ചുമലിലേക്ക് ഒന്ന് ചാരി. രേവതി, എന്താ നടന്നതെന്ന് പറ. നീ ആദ്യം കരയാതിരിക്കുക. എന്താന്ന് പറ. രേവതി, എന്താ ഇത്? എന്തെങ്കിലും ഒന്ന് പറ രേവതി. അവൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. രേവതി, എന്താന്ന് വെച്ചാൽ പറ. രേവതി, എന്താ ഉണ്ടായത്? നീ എന്നോട് പറ. അപ്പോൾ അവിടേക്ക് പൂജാരി വന്നിട്ട് പറയാണ്, എത്രയോ വർഷമായി ഞാൻ രേവതിയെ കാണുന്നു. ചിരിച്ച മുഖത്തോടെ അല്ലാതെ ഞാനിവളെ കണ്ടിട്ടേ ഇല്ല. സത്യമായ കണ്ണ് കലങ്ങിക്കാണുന്നത്. ഇവളുടെ മനസ്സിൽ ദേഷ്യവും സങ്കടവും ഒക്കെയുണ്ട്. അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ദേവിക്ക് മുന്നിൽ വന്നു നിന്ന് ശയനപ്രദക്ഷിണ നടത്തിയത്. നിങ്ങളുടെ കുടുംബ വിഷയത്തിൽ ഞാൻ തലയിടുകയാണെന്ന് തോന്നരുത്. രേവതി നല്ല കുട്ടിയാണ്. നിങ്ങൾക്ക് ഇവളെ കിട്ടിയത് ഒരു ഭാഗ്യമാണ്. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്കണം. നിങ്ങൾ നന്നായി വളരെ സന്തോഷത്തോടെ കഴിയണം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. അതും പറഞ്ഞ് പൂജാരി അവിടെ നിന്ന് പോയി. രേവതി, നമുക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് ഇവരെല്ലാം കരുതുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ നീ പറയ്. എന്താ ഉണ്ടായത്? പറ. ശരി, നീ പറയില്ല അല്ലേ? വാ, വീട്ടിൽ പോവാം. വാ, എഴുന്നേൽക്ക്. സച്ചി നേരെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ചന്ദ്ര മുൻവശത്ത് വന്നിട്ട് നോക്കുകയാണ്. സച്ചി കാറിൻ്റെ ഡോർ തുറന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കാണുന്നുണ്ട് അവരവിടെ വന്ന് നിൽക്കുന്നത്. രേവതിയെ അവൻ താങ്ങി പിടിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അവരെ തന്നെ നോക്കി നിൽക്കുന്ന ചന്ദ്രയും. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.